നിങ്ങളുടെ ഉത്സാഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഒരു സഭ നിങ്ങളെ പരിചയപ്പെടുവാൻ ഇടയായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് പരിശുദ്ധാത്മാവിനെ കൊടുത്തിരിക്കുന്ന പല പദങ്ങളും പല വിശേഷണങ്ങളും നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇന്നലെ ആരെങ്കിലും ക്ലാസ്സിൽ സംബന്ധിപ്പാൻ കഴിയാതെ ഇരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒരു സമ്മറി പോലെ പറഞ്ഞതിന് ശേഷം ഇന്നത്തെ എൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന് പ്രത്യേകിച്ചും 2 പദങ്ങൾ പഴയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന് നാം കണ്ടു. ഒന്ന് റുവാഖ്, 2 നെഷേമ. പുതിയ നിയമത്തിൽ ന്യൂമ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധിയുടെ ആത്മാവെന്നും ദൈവത്തിന്റെ ആത്മാവ്, പുത്രന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ് തുടങ്ങിയ പദങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ദൈവമാണ് ആത്മാവിനെ കൊടുക്കുന്നതെന്നും മനുഷ്യന് പണം കൊണ്ട് ഇത് കൈകാര്യം ചെയ്യുവാൻ സാധ്യമല്ല എന്നും വചനത്തിന്റെ തെളിവുകളിലൂടെ നമുക്ക് പഠിക്കുവാൻ ഇടയായി തീർന്നു. Yesterday we learned about various qualities, various names that the scripture uses to explain the Holy Spirit. We also learned that it is God who gives the Spirit. God is the giver, and no man can and should not manipulate the Holy Spirit by hook or crook method. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ക്രിസ്തു ആത്മപ്രേരിതമായി നയിച്ച ജീവിതത്തെക്കുറിച്ചാണ്. അത് നമുക്കൊരു മോഡലായി എടുക്കേണ്ടിയിരിക്കുന്നു. The life of Jesus, a spirit-empowered life. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. The Gospel of Luke, chapter 5, verse 35. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഒരു അക്കൗണ്ടാണ് നാം വായിച്ചു തുടങ്ങുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യമാണ് നാം വായിച്ചത്. ദൂതൻ പറയുന്ന വചനമാണ് മറിയയോട് നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. The power of the Most High will overshadow you. So the Holy One to be born will be called the Son of God. യേശുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യേശുവിന്റെ ജനനത്തെ കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാലായിരിക്കും എന്ന് മുൻകൂട്ടി പറയുകയാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇത് നാം വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട മറ്റ് ഒരു വേദഭാഗം, 2 വേദഭാഗങ്ങളുണ്ട്. ഒന്ന് യെശയ്യാ പ്രവചനം, ദയവായി എടുത്താട്ടെ, 32-ാം അധ്യായം, ഐസായ chapter 32, verse 15. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനവനമായി എണ്ണപ്പെടും. ഇത് ഒരു പ്രവചനമാണ്. അതായത് ദൈവത്തിന്റെ ആത്മാവ് ഉയരത്തിൽ നിന്ന് വരും. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ്, just before he ascended into heaven, the risen Jesus
called his disciples and said unto them, stay in the city until you have been clothed with power from on high. And we see that in the Gospel of Luke, chapter 24, verse 49. Luke 24:49. നമ്മളത് പിന്നീട് വായിക്കും. ഇവിടെ യേശു പറഞ്ഞ കാര്യമാണ്, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുമ്പോഴോ നിങ്ങൾ നഗരത്തിൽ പാർക്കുവീൻ. ഉയരത്തിലെ ശക്തി, ആ ശക്തിയാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, 24 അധ്യായങ്ങളാണ് ലൂക്കോസിന്റെ സുവിശേഷം. ആദ്യത്തെ അധ്യായവും അവസാനത്തെ അധ്യായത്തിലും നാം ഈ പ്രവചനത്തിന്റെ നിറവേറൽ കാണുന്നുണ്ട്. മറിയോട് പറയുകയാണ്, the Holy Spirit will come upon you. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. Exodus chapter 40 verse 35. And this is in relation to the ministry of Moses and the tabernacle. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 35-ാമത്തെ വാക്യം. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ഇവിടെ മറിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അവിടെ കൊടുത്തിരിക്കുന്ന പദം ഓവർഷാഡോ. The power of the Most High will overshadow you. ഇത് തന്നെയാണ് നാം ഇപ്പോൾ വായിച്ച കേട്ട പുറപ്പാട് പുസ്തകത്തിൽ 40-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. മോസസ് വാസ് നോട്ട് ഏബിൾ ടു എൻ്റർ ദ ടെന്റ് ഓഫ് മീറ്റിംഗ് ബിക്കോസ് ദ ക്ലൗഡ് ഹാഡ് ഓവർഷാഡോഡ് ഇറ്റ് ആൻഡ് ദ ഗ്ലോറി ഓഫ് യാഹ്വേ ഫിൽഡ് ദ ടബർനക്കിൾ. അപ്പോൾ പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ മോശയുടെ സമയത്ത് തേജസ് കൊണ്ട് നിറച്ച ദൈവം, അതേ ദൈവ തേജസ് കൊണ്ട് മറിയയുടെ മേൽ നിഴലിടും എന്നാണ് നാം വായിച്ചു കേട്ടത് 1-ാം അധ്യായം 35-ാം വാക്യം. മത്തായി സുവിശേഷം ഇതോടൊപ്പം പഠിക്കുമ്പോൾ ചാപ്റ്റർ 1 വേഴ്സ് 20. മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 20. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ഇവിടെ നമ്മ എടുത്ത് മത്തായി പറയുകയാണ്. നേരത്തെ നമ്മൾ വായിച്ചത് ലൂക്കോസിലായിരുന്നു. For what is conceived in Mary is from the Holy Spirit. അപ്പോൾ പഴയ നിയമത്തിൽ പലയിടങ്ങളിലും പ്രവർത്തിച്ച ആത്മാവ് പുതിയ നിയമത്തിൽ നാം ഇവിടെ ആദ്യം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കണ്ടത്, that the Holy Spirit will overshadow a person, in this case Mary, and she was conceived. അപ്പോൾ പരിശുദ്ധാത്മ പ്രവർത്തനം എന്ന് പറയുന്നത് പല രീതിയിലാണെന്ന് മറക്കരുത്. ഇതേ ഭാഗം നാം അപ്പോസ്തലപ്രവൃത്തി 2-ൽ വായിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അല്ലെങ്കിൽ വീണു, നിഴലിട്ടു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോഴവിടെ അവിടുത്തെ പ്രവൃത്തിയല്ല ഇവിടുത്തെ പ്രവൃത്തി. അതുകൊണ്ട് ഇത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്ന പോലെ ചെയ്യുമെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല കേട്ടോ. മറിയയുടെ കേസ് വന്നപ്പോൾ മറിയ ഗർഭിണിയായി. അത് ഒരു തിയോളജിയായിട്ട് മാറ്റരുത്. ആരുടെ മേല് പരിശുദ്ധാത്മാവ് വന്നാലും അവർ ഗർഭിണിയാകത്തില്ല. മറിയയുടെ സമയത്ത് അത് പരിശുദ്ധാത്മാവിൽ മറിയ ഗർഭിണിയായി യേശുവിനെ പ്രസവിച്ചു. അപ്പോസ്തലന്മാരുടെ മേൽ വന്നപ്പോൾ നമുക്കറിയാം, അപ്പോസ്തലന്മാരാരും ഗർഭിണിയായില്ലല്ലോ.
അവിടത്തെ ഉദ്ദേശം വേറെയായിരുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൗത്യത്തിന് വേണ്ടി യേശു പറഞ്ഞതുപോലെ അവർ വചനം സംസാരിക്കേണ്ടതിന് വേണ്ടി, മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തോളം, യഹൂദ്യയിലും യെരുശലേമില്, യഹൂദ്യയില്, ശമര്യയില്, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. So what I was trying to say, in the case of Mary, she was conceived. In the case of the disciples, they spoke in tongue and they proclaimed God's word boldly, and they were able to bear witness to Christ. ദൈവാത്മ പ്രവൃത്തി പല രീതിയിലാണ്. നാം ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശുവിന്റെ ജനനത്തെക്കുറിച്ചായിരുന്നു. The birth of Christ was by the Holy Spirit. ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, എൻ്റെ സാക്ഷ്യം ഒരു 1-2 വാചകത്തിൽ ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞിരുന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്കും മക്കൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു. സാധിക്കാത്തത് സാധിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലേ? ആണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടിയായിരിക്കാം. എന്തുവായിപ്പോൾ കൊള്ളട്ടെ, നിങ്ങളെ നന്നായി അറിയാവുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം എല്ലാവരും ഈ സമയത്ത് കൂട്ടുമടക്കിയിരിക്കുന്നത്, ദൈവസന്നിധിയിലായിരിക്കുന്നത്, ഇരിക്കുന്നത്, ചിന്തിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് മറുപടി നൽകി ദൈവാത്മാവിന്റെ പ്രവർത്തനം നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നടത്തി നിങ്ങളിലൂടെ ക്രിസ്തു മഹത്വപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഭൗതികമായി ദൈവം നമ്മെ അനുഗ്രഹിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ദൈവം നൽകും. ആത്മീയമായി വളരുവാനുള്ള ഒരു താല്പര്യം ഈ ദിവസങ്ങളിലായി എല്ലാവരും അതിനുവേണ്ടി നാം എല്ലാവരും ഒരുങ്ങണം. ഇപ്പോൾ മറിയ ചോദിച്ചൊരു കാര്യമുണ്ട്, എങ്ങനെ സാധിക്കും എന്ന്. കാരണം മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടക്കയില്ല. ഹൗ ക്യാൻ ഇറ്റ് ബി? അതൊരു സംശയത്തിന്റെ അല്ല, എങ്ങനെ, വാട്ട് മെത്തേഡ് എന്നുള്ളതാണ് മറിയ ചോദിച്ചത്. നമുക്കും പല കാര്യങ്ങളും ദൈവം ചെയ്തു തരും, പക്ഷെ ദൈവത്തെ സഹായിക്കാൻ നമ്മൾ പോകരുത് കേട്ടോ. ദൈവം ഇത് കുറുക്കു വഴി, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് എളുപ്പമുണ്ടല്ലോ ഇത് ചെയ്തു തരാൻ. അബ്രഹാം അങ്ങനെ ഒരു കാര്യം ചെയ്തായിരുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ നിനക്ക് ഞാൻ തരാം. പക്ഷെ പുള്ളി വിചാരിച്ച് എങ്ങനെ കർത്താവിന് എങ്ങനെ ഇതൊക്കെ സാധിപ്പിക്കുന്നത്, അതുകൊണ്ട് ഒരു അല്പം സഹായിച്ചു കൊടുത്താൽ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാമല്ലോ. ആ സ്റ്റോറി നന്നായി നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ദൈവപ്രവർത്തനത്തിന് വേണ്ടി ഗീവ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗാഡ് ടു ഡു ഹിസ് വർക്ക്. ദൈവം ചെയ്യുവാൻ വേണ്ടി ദൈവത്തിന് അതങ്ങ് അനുവദിച്ചു കൊടുത്തേരെ. അല്ലാതെ നമ്മൾ സ്മാർട്ടായി മിടുക്കന്മാരായി ദൈവത്തെ സഹായിക്കാൻ പോകരുത്. ഒരു തെറ്റ് തിരുത്താനുണ്ട്. ഉദാഹരണമായി എക്സാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, children or youngsters, if you are listening to me this evening and if you are preparing for the exam, I did not say that you shouldn't study. It's important that we need to use our brain, we need to use our mind, because God has filled us with wisdom, knowledge and understanding. And therefore, when I say give opportunity to God to work, it doesn't mean that you go and sleep and God will
help you to write the exam. No. You need to work hard. ഇപ്പൊ ദൈവത്തെ സഹായിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞത് ദൈവപ്രവർത്തി, ദൈവം തുറക്കുന്ന വാതിലുകൾ. ഒന്നുകൂടെ ഞാൻ പറയാം. If God has closed the door, don't enter through the window. ദൈവം നിങ്ങളുടെ ഒരു വഴി, ഒരു ഡോർ അടച്ചെങ്കിൽ പിന്നെ വിൻഡോ തുറന്ന് കയറരുത്. That will be a disaster. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് ഇത് എന്ന് മനസ്സിലാകുന്നുണ്ടെന്ന്? If God has closed a door, don't try to open it. If God has opened a door, no one will shut. And if God has closed, then don't try to open it. അപ്പോഴേ ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന ഈ വചനം ദൈവസന്നിധിയിൽ നമ്മൾ താണിരുന്ന്, and we need to pray, Lord, whatever is your will for me, for my children, my family, my church, let it be. And don't try to manipulate God's work. Let God's work be done in God's ways. രണ്ട്, ബാപ്റ്റിസം ഓഫ് ജീസസ്. ഇതുവരെ നാം യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള ചില വാക്യങ്ങളായിരുന്നു നാം വായിച്ചത്. രണ്ട്, യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുന്ന സമയം, തന്റെ സ്നാന ശുശ്രൂഷ, താൻ സ്നാനപ്പെടുന്ന സമയം. മർക്കോസിന്റെ സുവിശേഷം 1:10. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 10. വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. We need to read the Gospel of Matthew as well. Matthew chapter 3 verse 16. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 3 വേഴ്സ് 22. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ഈ 3 സുവിശേഷങ്ങളിലും സിനോപ്റ്റിക് ഗോസ്പൽസ് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. യേശുക്രിസ്തുവിന്റെ സ്നാനം. ആ സമയത്ത് മർക്കോസ് പറഞ്ഞത് അവിടെ സ്വർഗം തുറക്കപ്പെട്ടു. എല്ലാ സുവിശേഷങ്ങളും പറയുന്നുണ്ടെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് മർക്കോസിന്റെ സുവിശേഷം. നിങ്ങളത് വായിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. സ്പ്ലിറ്റ് ഓപ്പൺ, ഒരു വളരെ വിവിഡ് മെറ്റഫർ, വളരെ വിവിഡ് പിക്ചറസ്ക് ഡീറ്റെയിൽ ആണ് നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നത്. പൊട്ടിത്തുറന്നു എന്നോ ഒക്കെയുള്ള അർത്ഥം അതിന് നമുക്ക് ലഭിക്കും. At Jesus' baptism, the heavens opened and the Spirit descended as a dove. ഇത് നല്ല അനുഭവം അല്ലേ? എന്നാൽ 1-2 കാര്യങ്ങൾ നമ്മൾ ഈ ഭാഗത്തു നിന്ന് നമ്മൾ തിരിച്ച് ഈ വാക്യത്തിൽ വരും. ആ സമയത്ത് നമ്മൾ അത് ചിന്തിക്കും. അവിടെ പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. ആ 3 സുവിശേഷങ്ങളും നിങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചാൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിനോട് സംസാരിച്ചതും അല്ലെങ്കിൽ കേട്ടുനിന്ന വ്യക്തികളോട് സംസാരിച്ചതുമായ 2 ഭാഗമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ ഈ സമയത്ത് പോകുന്നില്ല. ഒരു വലിയ അനുഭവം ആ സ്നാനത്തിലുണ്ടായി.
യേശു സ്നാനപ്പെട്ടു. ലൂക്കോസ് വായിച്ചു കഴിഞ്ഞാൽ യേശു പ്രാർത്ഥിക്കുന്നു എന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. As he was coming out of water, he was praying. അത് മറ്റ് സുവിശേഷങ്ങളിലില്ല, മത്തായിലുമില്ല, മർക്കോസിലും യേശു അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് എഴുതിയിട്ടില്ല. യേശു പ്രാർത്ഥിച്ചു. അവൻ സ്വർഗം തുറക്കുന്നത് കണ്ടു, ശബ്ദം കേട്ടു, പിതാവിന്റെ ശബ്ദം അവിടെ ഉണ്ടായി. നമുക്ക് വേണമെങ്കിൽ ത്രിത്വം എന്ന് പറയാം. പിതാവും അവിടെ ഉണ്ട്, പുത്രനും ഉണ്ട്, പരിശുദ്ധാത്മാവ്. And we see the Father, the Son and the Holy Spirit at baptism. And we see that in Matthew 28 verses 19 and 20, അതിനെ വിളിക്കുന്നത് ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ്. യേശു ക്രിസ്തുവിന്റെ മഹാദൗത്യം പറയുന്ന ആ പാസേജാണ്. അവിടെ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോഴും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവിടെ നമുക്ക് ത്രിത്വം കാണുവാൻ സാധിക്കും. നമ്മുടെ ചിന്ത അതല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു സ്നാനപ്പെട്ടപ്പോ അവിടെ വന്ന ശബ്ദം എന്തായിരുന്നു എന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇവൻ എന്റെ പ്രിയപുത്രൻ, അല്ലെങ്കിൽ നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ചില ആൾക്കാര് ഇത് പഠിപ്പിക്കുമ്പോൾ ഒരു തെറ്റ് പഠിപ്പിക്കാറുണ്ട്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തു സ്നാനപ്പെട്ടപ്പോഴാണ് ക്രിസ്തുവായി മാറിയത് എന്നുള്ള പഠിപ്പീരുണ്ട്. അല്ല, യേശു ക്രിസ്തു നിത്യനായ ദൈവമായിരുന്നു. സ്നാനത്തിങ്കലല്ല, ആത്മാവ് അവിടെ വന്നപ്പോഴല്ല യേശു ക്രിസ്തുവായി മാറിയത്. അവൻ 3 വർഷം അവൻ ക്രിസ്തുവായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവ് പോയി, ക്രിസ്തു അല്ലാതായി. ആ ഒരു പഠിപ്പീരുണ്ട്. നമ്മളത് വിശ്വസിക്കുന്നില്ല കേട്ടോ. നമ്മൾ വിശ്വസിക്കുന്നത് ക്രിസ്തു നിത്യനായ ദൈവമായിരുന്നു. യോഹന്നാൻ 1:1 നമുക്കറിയാം. In the beginning was the word, and the word was with God, and the word was God. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാമത്തെ വാക്യം ജോൺ 1:14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. അപ്പോൾ ക്രിസ്തു നിത്യനായ ദൈവം ആയിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം 11:2 വായിക്കുമ്പോൾ മശീഹ ആത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയായിരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു സിംബലായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. that Jesus was confirmed as the Messiah. became the Messiah അല്ല കേട്ടോ. he was confirmed as the Messiah. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ പരിചയപ്പെടുത്തിയപ്പോഴേ ബ്ലസനും നമ്മുടെ പാസ്റ്റർ KY തോമസ് അദ്ദേഹവും പറഞ്ഞു, നമ്മുടെ ബൈബിൾ ക്ലാസ് VJ സാംകുട്ടി എടുക്കും. അദ്ദേഹം കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലാണ്. അവർ പറഞ്ഞുകൊണ്ടാണോ ഞാൻ വൈസ് പ്രിൻസിപ്പലായി? ആണോ? അല്ലല്ലോ, ഞാൻ ആയതുകൊണ്ടല്ലേ അവർ പറഞ്ഞേ. എന്ന് പറഞ്ഞ പോലെ പിതാവ് അവിടെ വിളിച്ചു പറഞ്ഞതുകൊണ്ടായോ? അന്നേരമാണോ ആയേ? യേശു ആയതുകൊണ്ടാണ്. സോ ഇറ്റ്സ് എ കൺഫർമേഷൻ. അപ്പോൾ യേശു മശീഹ ആയതുകൊണ്ടാണ് പിതാവ് അവിടെ കൺഫേം, ഈവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അവിടെ പറയുവാൻ ഇടയായത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ യേശു തന്നെ പഠിപ്പിച്ച ഒരു ഭാഗമുണ്ട്. അതുകൂടെ ചിന്തിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. ദയവായി നിങ്ങൾ എടുത്താട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. Luke chapter 4 verses 18 and 19. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. താങ്ക് യു.
യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രസംഗമാണിത്. ലൂക്കോസ് പറയുന്നത് അവൻ നസറേത്തിൽ വന്ന് സിനഗോഗിൽ വന്ന് ആദ്യത്തെ പ്രസംഗമാണ്. ഇതിനെ വിളിക്കുന്ന പേര് നാസറേത്ത് മാനിഫെസ്റ്റോ എന്നാണ്. നാസറേത്ത് മാനിഫെസ്റ്റോ. യേശുവിന്റെ ശുശ്രൂഷ എന്താണെന്ന് താൻ തന്നെ പറയുകയാണ്. ചിലർ പറയുന്നുണ്ട് ലൂക്കോസിന്റെ മുഴുവൻ അധ്യായങ്ങളുടെയും ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ പ്രസംഗം എന്ന്. ചുരുക്കി പറഞ്ഞാൽ യോഹന്നാന്റെ മുഴുവൻ സുവിശേഷത്തിന്റെയും ഒരു സംക്ഷിപ്തമാണ് ആദ്യത്തെ 18 വാക്യങ്ങൾ, പ്രൊലോഗ് എന്ന് പറയുന്നത് പോലെ ഇവിടെ യേശുക്രിസ്തുവിന്റെ ആ ശുശ്രൂഷയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ പ്രസംഗത്തിൽ ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വി സീ എ കൈൻഡ് ഓഫ് പ്രോഗ്രമാറ്റിക് ഡെവലപ്മെന്റ് ഓഫ് ജീസസ് മിനിസ്ട്രി, ഓർ എ സമ്മറി ഓഫ് ജീസസ് മിനിസ്ട്രി in Luke's Gospel chapter 4 verses 18 onwards, especially 18, 19, and the whole passage until verse 30 is called the Nazareth Manifesto passage. നമ്മുടെ ചിന്തയിലേക്ക് വരാം. യേശു പറയുന്നു, the Spirit of the Lord is upon me, and he has anointed me to preach the good news to the poor. He has anointed me. യേശു പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. എപ്പോഴാ? When was Jesus anointed? 1-2 പേര് ദയവ് ചെയ്ത് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. നിങ്ങൾ എല്ലാവരും മസിൽ പിടിച്ചിരിക്കരുത്, നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. യേശു പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് അഭിഷേകം ചെയ്തത്? പറഞ്ഞട്ടെ, അറിയാവുന്നവരൊക്കെ പറ. At the time of baptism. At the time of baptism. Very good. ആരാ അത് പറഞ്ഞത്? ജെറീഷെ മുഖം കണ്ടില്ലല്ലോ ജെറീഷെ. അയ്യോ പാസ്റ്റർ, ഞാൻ വീഡിയോ ബ്ലോക്ക് വെക്കാം. ഓക്കെ, കുഴപ്പമില്ല, അതാ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, നല്ല ഉത്തരമായിരുന്നത്. യേശുക്രിസ്തുവിന്റെ സ്നാനത്തിങ്കൽ നാം കേട്ടല്ലോ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ദൈവാത്മാവ് യേശുവിന്റെ മേൽ അവിടെ വന്നു, ദേഹരൂപത്തിൽ പ്രാവ് പോലെ എന്ന് ലൂക്കോസ് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോഴ് യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാലായിരുന്നു. യേശുവിന്റെ സ്നാനത്തിങ്കൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി, അല്ലേ? ഇവിടെ യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിൽ യേശു പറയുകയാണ്, എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട് എന്റെ പിതാവ്. എന്തിനു വേണ്ടി എന്നാണ് തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നത്. ടു പ്രീച്ച് ദ ഗുഡ് ന്യൂസ് ടു ദ പൂർ, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ. പൂർ, 3 തരത്തിലുള്ള പൂർ ഉണ്ട് കേട്ടോ. അത് ഞാൻ ആ വാക്ക് വന്നതുകൊണ്ട് അത് വിശദീകരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. മൂന്ന് തരത്തിലുള്ള പൂർ ആൾക്കാര് പുസ്തകത്തിൽ, വേദപുസ്തകത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ there was no needy people among them. അപ്പോസ്തല പ്രവൃത്തി 4-ലാണ്. അതായത് സ്പിരിറ്റ് എംപവേർഡ് ലൈഫിൽ ഏർലി ചർച്ചിൽ, അത് നമ്മളൊരു 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അത് പഠിക്കും. അവിടെ ലൂക്കോസ് പറയുകയാണ്, there was no needy people. അവരെല്ലാവരും ഒരുമിച്ച് വന്നു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. അവിടെ അവരുടെ ഇടയിൽ ആരും, മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് മുട്ടുള്ളവർ, അങ്ങനെ മുട്ടുള്ളവർ. ആ മുട്ടെന്നുള്ളത് കാൽമുട്ടല്ല, മുട്ടുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there was no needy people. നീഡി പീപ്പിൾ അങ്ങനെ ഒരു പദമാണ്. എന്ന് പറഞ്ഞാൽ അവർ പാവപ്പെട്ടവരല്ല,
അവർക്ക് ആവശ്യമുള്ള ആഹാരം, പാർപ്പിടം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ വലിയ പണമൊന്നുമല്ല, സമ്പത്തല്ല, കാര്യമായിട്ട് ഓർഡിനറി ആയിട്ട് അങ്ങ് പോകും. അങ്ങനെയുള്ള ഒരു കൂട്ടരാണ്. ഒരു വാക്ക്, ഒരു പദം അങ്ങനെയാണ്. 2, ഡെയിലി വേജ് പീപ്പിൾ. ഡെയിലി വേജ്, അവരെ വിളിക്കുന്ന പേര് പെനേസ് എന്നാണ്. പെനേസ്. പെനേസ് എന്ന വാക്കിന്റെ അർത്ഥം പൂർ എന്നാണ്. പക്ഷെ അവര് ഈ ദിവസ കൂലിക്കാരാണ്. ഒരു ദിവസം ജോലിക്ക് പോയാൽ അന്ന് കിട്ടും, അന്നത്തെ ആഹാരത്തിനുള്ള വകയുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും മിച്ചവും കാണും. ബട്ട് there is a third category of poor. അതാണ് ഇവിടെ കൊടുത്ത poor. അവരെ വിളിക്കുന്ന പേരാണ് ടോക്കോസ്. ആ ടോക്കോസ് എന്ന വാക്കിന്റെ പച്ച മലയാളം എന്ന് പറഞ്ഞാൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഭിക്ഷ യാചിക്കുന്നവൻ. ചുരുക്കം പറഞ്ഞാൽ അടുത്ത മീൽ എവിടെ നിന്ന് വരുമെന്ന് അറിയാൻ വയ്യാത്തവൻ. നിങ്ങൾക്ക് ഈ 3 പദപ്രയോഗങ്ങളും മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മുട്ടില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ there was no needy people. 2, പെനേസ് എന്ന് പറഞ്ഞാല് ഡെയിലി വേജ് പീപ്പിൾ. അപ്പൊ അവർക്ക് അന്ന് പട്ടിണിയില്ല കേട്ടോ. ആൻഡ് 3rd one എന്ന് പറഞ്ഞാൽ ടോക്കോസ്, മീൻസ് ദരിദ്രൻ, ഭിക്ഷ യാചിക്കുന്നവൻ. അവന് ആഹാരമില്ല, അടുത്ത ആഹാരത്തിന് ആരെങ്കിലും കൊടുത്തെങ്കിലേ ഉള്ളൂ. ഇവിടെ കൊടുത്ത പദം എന്താ ഞാൻ പറഞ്ഞത്? ആ 3ാമത്തെ കാറ്റഗറിയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്തത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തവന്റെ അടുത്ത് പോയി പ്രസംഗിക്കുവാനാണ്. ഇതിന് പരിശുദ്ധാത്മാവ് വേണോ? ഇന്ന് പരിശുദ്ധാത്മാവ് അഭിഷേകവും സ്നാനവും ഒക്കെ പ്രാപിച്ചവർ എങ്ങോട്ടാ പോകുന്നേ? And this is a challenge to all of us, including me. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് പറഞ്ഞ ആ ദരിദ്രൻ, ആ പദമാണ് ഇവിടെ. അത് യേശുവിനെ കുറിച്ചാണ്. എന്താ യേശുവിനെ വിളിച്ചത്? ദരിദ്രൻ. എന്താ വാക്കിന്റെ അർത്ഥം? മുട്ടുള്ളവൻ എന്നല്ല, ഡെയിലി വേജ് എന്നല്ല, അടുത്ത ആഹാരം എവിടെ നിന്ന് വരും എന്നറിയാത്തവൻ. ആ കാറ്റഗറിയിലായിരുന്നു നിങ്ങളും ഞാനും. വിളിക്കുന്ന കർത്താവ് എന്ന് വിളിക്കുന്ന യേശുവിനെ വിളിച്ചത്. യേശു അങ്ങനെ നമ്മളെ സമ്പന്നരാക്കാൻ അവൻ ദരിദ്രനായി തീർന്ന കൃപ. എന്റെ ടോപ്പിക് അല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറുകയാണ്. ചിന്തയിലേക്ക് വരാം. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആരോട് സുവിശേഷം പറയുവാൻ? ദരിദ്രന്മാരോട് സുവിശേഷം പറയുവാൻ. And ദൈവമക്കളെ, and this is a challenge, and this must be a challenge to all of us. God loves those people, and God has anointed certain people to preach the good news to the poor. ഇവിടെ യേശുവിന്റെ കാര്യമാണല്ലോ നാം ചിന്തിക്കുന്നത്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. കേട്ടിട്ടുണ്ടല്ലോ അത് ഗിരിപ്രഭാഷണത്തിലാണ്. ആ ദരിദ്രവും ആ ആദ്യത്തെ കാറ്റഗറിയോ രണ്ടാമത്തെ കാറ്റഗറിയോ അല്ല, 3ാമത്തെ കാറ്റഗറിയാണ്. ബ്ലസ്സഡ് ആർ ദ പുവർ. മത്തായിലേ ഉള്ളൂ ബ്ലസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ് എന്ന് ചേർത്തിട്ടുള്ളത്. ലൂക്കോസിൽ ബ്ലസ്സഡ് ആർ ദ പുവർ ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും, സ്പിരിച്വലായി, എക്കണോമിക്കലായി, സോഷ്യലായി, ഫൈനാൻഷ്യലായി, economically poor. Blessed are those people
And God the Father sent his Son to preach good news to such people. അതുകൊണ്ട് നമ്മളും അവരെ തടയരുത്. And Jesus was moved with pity, compassion. അതും ഇതൊക്കെയുള്ള അനുഭവങ്ങൾ കൊണ്ടാണ്. Actually, this passage in Luke 4:18 and 19 is a quotation from Isaiah 61. അത് നമുക്ക് വായിക്കണം. ദയവായി എടുക്കാം. Isaiah 61 verses 1 and 2. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ എന്നെ അയച്ചിരിക്കുന്നു. യേശു ഇത് കോട്ട് ചെയ്താണ് പറയുന്നത്. നമ്മുടെ ചിന്ത ഈ പാസേജ് പഠിക്കുന്നതല്ല മെയിനായിട്ട്. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ നാം എല്ലാ വാക്യങ്ങളും പഠിക്കുവാൻ ഈ സമയം ഞാൻ എടുക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം, ഈ കൊട്ടേഷനിൽ കർത്താവ് ലൂക്കോസിൽ പറഞ്ഞപ്പോഴേ, പ്രസംഗത്തിൽ കോട്ട് ചെയ്തപ്പോഴേ, ഒന്ന് രണ്ട് കാര്യം വിട്ടുപോയി. അത് പറഞ്ഞില്ല. അതോടെ നമുക്ക് ചിന്തിക്കണം. സമയമെടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. നല്ല പെട്ടെന്ന് ഞാൻ പറയാം. ദൈവത്തിന്റെ പ്രതികാരം എന്ന ഒരു പദമുണ്ട് ഐസയായി. എന്ന് പറഞ്ഞാൽ ദി ജസ്റ്റ് റിക്കംപൻസ് ഓഫ് ദ ലോർഡ് ഓ ദി ജഡ്ജ്മെന്റ് ഓഫ് ദ ലോർഡ് എന്നൊരു പദമുണ്ട് ഐസയ. പ്രസാദ വർഷം മാത്രമല്ല, പ്രതികാരം. പക്ഷെ കർത്താവ് അത് കോട്ട് ചെയ്ത് നാസറത്തിൽ പ്രസംഗിച്ച സമയത്ത് കർത്താവ് പ്രസാദ വർഷം പറഞ്ഞു, മറ്റേത് പറഞ്ഞില്ല. ഏതാ? ജഡ്ജ്മെന്റ്. അപ്പോൾ Jesus says, the spirit of the Lord is upon me, he has anointed me to preach the good news to the poor എന്നൊക്കെ പറഞ്ഞേച്ച്, and to proclaim the acceptable year of the Lord. പക്ഷേ ആ ജഡ്ജ്മെന്റ് പറഞ്ഞില്ല. പ്രസംഗത്തിനകത്ത് യഹൂദന്മാർ കേട്ടോണ്ടിരിക്കുകയാണ്, ജാതികളെ ഇപ്പൊ തട്ടുവിടാതാണ്ട ബാക്കിയും വരുന്നുണ്ട്. കർത്താവ് അത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് 30ാമത്തെ വാക്യം വായിക്കുമ്പോഴ് അവിടെ കാണുന്നത്, അവനെ ആദ്യം പറഞ്ഞ് നല്ല പ്രസംഗമൊക്കെയാന്ന് പറഞ്ഞു, പക്ഷെ അവസാനം കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ഒറ്റ പ്രസംഗത്തിലെ തുടങ്ങി. ഞാൻ പറഞ്ഞ ചിന്തയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. We see the messianic interpretation of Isaiah 61:1 and 2 in Luke chapter 4:18 and 19. അപ്പോൾ ക്രിസ്തുവിന്റെ ജനനം മാത്രമല്ല, യേശുവിന്റെ ജനനം മാത്രമല്ല, യേശുവിന്റെ സ്നാനം മാത്രമല്ല, യേശുവിന്റെ ആദ്യത്തെ പ്രസംഗത്തിലും പരിശുദ്ധാത്മ പ്രവർത്തനം ഉണ്ടായിരുന്നു. തന്റെ ജനനം, തന്റെ സ്നാനം അല്ലെ. ഇനിയും നാം ചിന്തിക്കാൻ പോകുന്നത് തന്റെ മിനിസ്ട്രിയെ കുറിച്ചാണ്. അത് നമ്മൾ വിശദമായി ചിന്തിക്കും. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. Luke says that Jesus was full of the Spirit. യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാൽ, സ്നാനത്തിങ്കൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി,
ഇവിടെ നാം കാണുന്നത് സ്നാനമെല്ലാം കഴിഞ്ഞ് യേശു ആത്മാവിനാൽ നിറഞ്ഞു അവൻ മരുഭൂമിയിലേക്ക് പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? രണ്ടാമത്തെ വാക്യം, he was compelled to go to the wilderness by the Spirit to be tempted. Jesus was compelled to go to the wilderness by the Spirit to be tempted by the devil. ഒന്ന്, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചെയ്യുവോ? എങ്ങോട്ട്? മരുഭൂമിയിലേക്ക് നടത്തും, പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയും കമ്പല് ചെയ്യുമെന്ന്. ഇത് നമുക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ജോലി തരികയാണ്. എല്ലാവരും മർക്കോസിന്റെ സുവിശേഷം എടുത്താട്ടെ. ഒന്നാം അധ്യായം. Children and youngsters, if you are listening to me, please turn to Mark chapter 1 verses 9 to 30. ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അതിനകത്തിലെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില പദങ്ങളുണ്ടല്ലോ, ഹോളി സ്പിരിറ്റ്, അങ്ങനത്തെ ഒരു പദം അവിടെ ഉണ്ടോ? ഉണ്ടോ? ആത്മാവ്, സ്പിരിറ്റ്. പിന്നെ സ്വർഗം എന്നുള്ള പദം ഉണ്ടോ? എത്ര പ്രാവശ്യമുണ്ട്? Twice. 2 times. ഓക്കെ, മോർ ദാൻ 1 ടൈം അല്ലേ? അപ്പം സ്വർഗം, ഹെവൻ ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട്. സ്വർഗം തുറന്നല്ലോ അല്ലേ? തുറക്കപ്പെട്ട സ്വർഗം. പിന്നെ ദൈവശബ്ദം ഉണ്ടോ? യെസ്, ദൈവശബ്ദം ഉണ്ട്. വെരി ഗുഡ്. അപ്പം സ്പിരിറ്റ് ഉണ്ട്, ഹെവൻ ഉണ്ട്, ഓപ്പൺ ഹെവൻ ഉണ്ട്, വോയിസ് ഓഫ് ഗോഡ് ഉണ്ട്. അപ്പൊ ആ കണക്കിന് നിങ്ങളൊന്ന് നോക്കി വേറെ എന്തുണ്ട് അതുപോലെ നല്ലത്? ആ വാക്യങ്ങൾ നോക്കിക്കട്ടെ. പ്രസാദമുണ്ട്, ദൂതന്മാരുണ്ടോ? ഉണ്ട് ഇല്ലേ? അത് കൊള്ളാവോ? അത് ദൂതന്മാരെ കൊള്ളാവോ? ഇല്ലേ? യെസ്. അപ്പൊ എന്തൊക്കെയുണ്ട് നല്ലത്? സ്പിരിറ്റ്, ഓപ്പൺ ഹെവന്, വോയിസ് ഓഫ് ഗോഡ്, പ്രിയപുത്രൻ. പ്രിയ ആ വാക്കുകളൊക്കെ നമുക്ക് പ്രിയ മകനെ എന്നൊക്കെ വിളിക്കുന്നത് നമുക്ക് ഇല്ല, ഇഷ്ടമല്ലേ? ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഒരു സൈഡിൽ ഇതൊക്കെ ഇരിക്കുമ്പോഴേ ഇനി എന്താണ്ട് ശ്രദ്ധിച്ചോട്ടെ, ഇഷ്ടപ്പെടാത്ത അതിനകത്ത് പറക്കിക്കാട്ടെ. ഇനി മരുഭൂമി ഉണ്ടോ? പിശാച മരുഭൂമി.
ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ പിശാചുണ്ട്, സൈറ്റൻ ഉണ്ട്, വിൽഡർനെസ് എത്ര പ്രാവശ്യം ഉണ്ട്? ഒന്നിൽ കൂടുതലുണ്ടല്ലേ? ഇല്ലയോ? അപ്പൊ ഒന്നിൽ കൂടുതൽ മരുഭൂമിയുണ്ട്, ഒന്നിൽ കൂടുതൽ മുമ്പേ സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. പിശാചുണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. വന്യമൃഗം ഉണ്ടോ? കാട്ടുമൃഗം ഉണ്ട് അല്ലേ? നമുക്ക് ഇതിനകത്ത് ഏതാ ഇഷ്ടം? ഒന്നും ഇഷ്ടമല്ല. മുമ്പേ പറഞ്ഞ ഇഷ്ടമാണോ ആദ്യത്തെ കാറ്റഗറി? ആദ്യത്തെ കാറ്റഗറി എന്തുവായിരുന്നു? സ്വർഗം, ദൈവശബ്ദം, പ്രിയപുത്രൻ, ദൂതന്മാർ, പരിശുദ്ധാത്മാവ്, ഇതൊക്കെ നമുക്ക് ഇഷ്ടമാ. പക്ഷെ ഇതിനകത്ത് നല്ലതൊക്കെ നമ്മൾ പറക്കിയല്ലോ. ബാക്കിയോട് നോക്കിക്കേ. വിൽഡർനെസ് അല്ലേ, ടെംപ്ടേഷൻ, സൈറ്റൻ, ബീസ്റ്റ്, ഇതിനകത്തോടൊക്കെ ആരാ കൊണ്ടുപോയേ? പരിശുദ്ധാത്മാവ്. അതുകൊണ്ടേ ക്രിസ്തീയ ജീവിതം തുറന്ന സ്വർഗമാണെന്നും പറഞ്ഞേച്ച് കൈയും കെട്ടിയിരിക്കരുത് കേട്ടോ. യേശു ക്രിസ്തുവിന്റെ മോഡലാണ്. This is what Jesus confronted when he was filled with the Spirit. അപ്പോഴ് മർക്കോസിന്റെ സുവിശേഷം തുറക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അവിടെ ദൈവരാജ്യമുണ്ട്, സുവിശേഷമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പ്രസംഗമുണ്ട്, എല്ലാം ഉണ്ട്. ആ കൂട്ടത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ടെംപ്ടേഷൻ ഉണ്ട്, വിൽഡർനെസ് ഉണ്ട്, സാത്താനുണ്ട്, കാട്ടുമൃഗമുണ്ട്, ഇതൊക്കെ ഉണ്ട്. നമ്മുടെ കർത്താവ് കാണിച്ച ഒരു മാതൃകയാണെന്ന് മറക്കരുത്. ചിലർ പറയാറുണ്ട്, ഇങ്ങോട്ട് പോരെ, നിന്റെ പ്രശ്നം എല്ലാം മാറും. തുടങ്ങത്തേ ഉള്ളു കേട്ടോ. That means Christian life is a mixture of these two categories. അതുകൊണ്ടാണ് നമുക്ക് രോഗമുള്ളത്, പ്രയാസമുള്ളത്, ദുഃഖമുള്ളത്, സങ്കടമുള്ളത്. ആത്മാവിൽ ആരാധിക്കുമ്പോൾ മറന്നു പോകരുത്. ഇങ്ങനൊക്കെയുള്ള അവസരങ്ങൾ നമുക്കുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ലൂക്ക് 4:1-2. Jesus was compelled to go to the wilderness by the Spirit to be tempted. അവിടെ ആ പദം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ്, സാത്താനല്ല മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത്. പിന്നെ ആരാ? പരിശുദ്ധാത്മാവാണ് കൊണ്ടുപോയെന്ന് എഴുതിയിട്ടുള്ളത്. The Spirit of God. ആ മർക്കോസിന്റെ സുവിശേഷത്തിൽ കുറച്ചുകൂടെ ഫോഴ്സ്ഫുൾ ആയിട്ടാണ് he drove him എന്നാണ്. drove him എന്ന് പറഞ്ഞാൽ വളരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയെന്നാണ്. ആര്? പരിശുദ്ധാത്മാവ് യേശുവിനെ നിർബന്ധിച്ചു കൊണ്ടുപോയി. എന്തു? സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ. അപ്പൊ നിങ്ങൾ ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനൊക്കെ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നേ. And the most beautiful thing is this: not Satan was in control, not the wild beasts were in control, not the wilderness was in control, but the Holy Spirit was in control of Jesus' life. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Whether it is wilderness experience or open heaven experience, we must be controlled and led by the Holy Spirit. അതാണ് സ്പിരിറ്റ് എംപവേർഡ് ലൈഫ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ്? യേശുവിനെ ആത്മാവ് കമ്പല് ചെയ്ത്, ഡ്രോവ് ചെയ്തെന്നാണ്, ലീഡ് ചെയ്ത് കൊണ്ടുപോയെന്നാണ്. എന്തിനാ? ടു ബി ടെംപ്റ്റഡ്, പരീക്ഷിക്കപ്പെടുവാൻ. ടു ബി ടെംപ്റ്റഡ്. ഫ്രൈഡേ മെസ്സേജിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം 2 ദിവസം കഴിഞ്ഞു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കെ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ
അവൻ ഓടിയെത്തുന്നവനാകുന്നു എന്നുള്ള നിവർത്തി വരണമെങ്കിൽ ഇത് നടന്നേ ഒക്കത്തുള്ളൂ. So what is the blessing that we received when Jesus himself suffered and was tempted? Therefore he knew what it was like. അതുകൊണ്ടാണ് എബ്രായലേഖനം 2:18 നമ്മൾ വായിച്ചത്, നമ്മളെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാകുന്നു. He is able to run to the cross. അപ്പൊ പരിശുദ്ധാത്മാവ് അങ്ങനെ യേശുവിനെ കൊണ്ടുപോയത് കൊണ്ടാണ് നമ്മുടെ അടുത്ത് കർത്താവ് ഓടി വരുന്നത് കേട്ടോ. കാരണം കർത്താവിന് മനസ്സിലായി, ഇതാ പരിപാടി, ടെംപ്റ്റേഷൻ ഇതാണ്. മൂന്ന് ടെംപ്റ്റേഷന് പരിശുദ്ധാത്മാവാണ് ഇൻ കൺട്രോൾ. അതോടെ പറഞ്ഞതിന് ശേഷം നമുക്ക് മുൻപോട്ട് പോകണം. 3 ടെംപ്റ്റേഷൻ. അപ്പം ഉണ്ടാക്കാൻ, കല്ലിനോട് അപ്പമായി തിരിക്കും. ടേണിംഗ് ദ സ്റ്റോൺ ഇൻ ടു ബ്രെഡ്. കഴിക്കാനാണോ പറഞ്ഞത്, ഉണ്ടാക്കാനാണോ പറഞ്ഞേ? സാത്താൻ എന്താ പറഞ്ഞ യേശുവിനോട് പറഞ്ഞത്? Turn the stone into bread. അതോ കഴിക്കാനാണോ പറഞ്ഞേ? വിശപ്പടക്കാനായിരുന്നോ അത് ടെംപ്റ്റേഷൻ എന്നാ ഞാൻ ചോദിച്ചത് നിങ്ങളോട്. Yes. അവിടെ ആ യേശുക്രിസ്തുവിന്റെ ടെംപ്റ്റേഷൻ മാത്യു 4, ലൂക്ക് 4 വായിച്ചു നോക്കുമ്പോൾ സാത്താൻ പറഞ്ഞായിരുന്നു യേശുവിനോട് കഴിച്ചാട്ടെ എന്ന്. Command these stones to become bread എന്നല്ലേ? അപ്പം യേശുക്രിസ്തുവിന്റെ ഫാസ്റ്റിംഗ് നിർത്താനാണെങ്കിൽ അപ്പം കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നല്ലോ അല്ലേ? യേശുവിനോട് തന്നെ കല്ല് അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അപ്പമാക്കിയിട്ട് പിന്നെ കഴിക്കാൻ, അങ്ങനല്ലല്ലോ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? യു ഡു സംതിങ് മാർവലസ്, സംതിങ് സ്പെക്ടാക്കുലർ, മീനിങ് യൂസ് യുവർ പവർ. കാരണം ഇപ്പൊ അനോയിന്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് വന്നു, ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആയി എന്ന് പറഞ്ഞാൽ യൂസ് യുവർ അനോയിന്റിങ് ആൻഡ് യുവർ പവർ to do something spectacular എന്ന് പറഞ്ഞാൽ അത്ഭുതം കാണിക്കാൻ. എന്തുവാ? അപ്പം ഉണ്ടാക്കാൻ. എന്താ ഇവിടെ പിശാച് കർത്താവിനോട് പറഞ്ഞത്? യൂസ് യുവർ പവർ ഫോർ സെൽഫിഷ് പർപ്പസസ്. നമുക്കറിയാം പരിശുദ്ധാത്മാവാണ് ഇൻ കൺട്രോൾ. കർത്താവ് എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല അല്ലേ? So possibly 2 things here. One, the devil wanted Jesus to use his power for selfish purpose, do something miraculous, spectacular, and possibly by being turned into bread, possibly Jesus wanted to eat something. അങ്ങനെയും കാണും. എന്തായാലും യേശു ക്രിസ്തുവിന്റെ ശക്തി, മാജിക്, മിറക്കിൾസ് ഇതിനു വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു പ്രത്യേകതയായിരുന്നു. കർത്താവ് ചെയ്തില്ല. പിന്നെന്താ പറഞ്ഞത്? എന്നെ വണങ്ങാൻ, വർഷിപ്പ്. എല്ലാം കിട്ടും. The whole glory, the kingdom will be yours if you just bow down and worship. എന്ന് പറഞ്ഞാൽ എന്താ? സാത്താൻ ആരാധനയെ, Satan worship. What did the devil offer? The kingdoms of the world, the glory of the world. ഇതിന്റെ പേരാണ് ഷോർട്ട് കട്ട്. ലോങ് റൂട്ടും ഉണ്ട്, ഷോർട്ട് റൂട്ടും ഉണ്ട്. ഷോർട്ട് കട്ട്
എല്ലാം നമുക്ക് ഇഷ്ടമാണ്. പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണം. യേശുവിന്റെ അടുത്തൊരു ഷോർട്ട് കട്ട് വെച്ചു കൊടുത്തു, എല്ലാ ഗ്ലോറിയും കിട്ടും, എല്ലാ കിങ്ഡവും കിട്ടും. ബട്ട് ജീസസ് ടുക്ക് ദ ലോങ് റൂട്ട്. വാട്ട് ഈസ് ദ ലോങ് റൂട്ട്? ദ വേ ഓഫ് ദ ക്രോസ്. He chose the way of the cross. Temptation എന്താണ്? To avoid the cross. വേദന വേണ്ട, മരണം വേണ്ട, അങ്ങക്ക് എല്ലാം കിട്ടും, ക്രൂശ് വേണ്ട. പക്ഷെ യേശു ക്രൂശ് കയറി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പിതാവ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. So it was a shortcut by the devil that Jesus would have authority, but Jesus chose the long route, the suffering route, the way of the cross. And then he could say, all authority in heaven and on earth is given unto me. Therefore you go and make disciples of all nations. അപ്പൊ രക്ഷയും മിഷനും ഒക്കെ ഉണ്ടായത് യേശു ക്രൂശ് എടുത്തുകൊണ്ടാണ് കേട്ടോ. അത് ആത്മാവാണ് അവനെ സഹായിച്ചത്. എന്തിന്? ടു ഗോ ആൻഡ് ചൂസ് ദ വേ ഓഫ് ദ ക്രോസ്. ഇന്ന് നമ്മൾ തിരിച്ചാ പഠിപ്പിക്കുന്നത് അല്ലേ? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിന്റെ എല്ലാ പ്രോബ്ലവും മാറും, എല്ലാം വേദനയും പോകും, എല്ലാം ഇല്ല, തുടങ്ങത്തേ ഉള്ളൂ. ഇങ്ങനെ സകല കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് എന്തുവാ? നിനക്ക് ഒരു കുഴപ്പവും കൂടാതെ നീ ദൈവരാജ്യത്തിൽ കടക്കുമെന്നല്ലേ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നല്ലേ കർത്താവ് പറഞ്ഞത്? എന്താണ് പൗലോസ് പറഞ്ഞത് ഫിലിപ്പിയരോട്? നിങ്ങൾ കർത്താവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി എന്റെ ബാക്കി എന്താ? കഷ്ടം സഹിപ്പാൻ അങ്ങനെ ഉണ്ട്, വരം നൽകിയിരിക്കുന്നു എന്നാ. നമുക്ക് ആ വരം വേണ്ട. ഒരിക്കൽ എന്റെ ഓർമ്മ ശരിയെങ്കിൽ 2013 ഞാൻ ആഫ്രിക്കയിൽ കെനിയയിൽ പ്രസംഗിക്കുന്ന സമയത്ത് 14 രാജ്യങ്ങളിൽ നിന്നുള്ള മിഷണറിമാർ അവിടെയുണ്ട്. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, അമേരിക്ക, ബ്രിട്ടൻ, ആഫ്രിക്കക്കാര്, പലയിടങ്ങളിലും വന്ന 14 രാജ്യക്കാരായ മിഷണറിമാരുടെ ഒരു കോൺഫറൻസ്. ഞാനത് ദൈവരാജ്യത്തെക്കുറിച്ചും പല ഭാഗങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ സഫറിങ്ങിനെ കുറിച്ച് ഒരു സെഷൻ ഞാൻ എടുത്തു. 1.5 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് ദൈവവചനത്തിലൂടെ സഫറിങ് ആൻഡ് ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് കിങ്ഡം എന്നതിനെ കുറിച്ച് സംസാരിച്ചു. അമേരിക്കക്കാരിയായ ഒരു സ്ത്രീ അവിടുന്ന് കരയാൻ തുടങ്ങി. ഒരു മാതാമ. അവർ കരഞ്ഞ് എനിക്കും വല്ലാതെ ഇതെങ്ങനെ ഇത് നിർത്തണമെന്നുള്ളത് എനിക്കും വല്ലാത്ത ഒരു പ്രയാസം പോലെ. എന്തായാലും പ്രാർത്ഥിച്ച് ഞാൻ നിർത്തി. അവരെൻ്റെ അടുത്ത് ഓടി വന്നു മീറ്റിംഗ് കഴിഞ്ഞ്. ഞാൻ ചോദിച്ചു, സഹോദരി എന്തിനാ കരഞ്ഞേ? ഇത് പറഞ്ഞ, ഇനി മേലാൽ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു സെമിനാറോ നടത്തുകയെന്നുണ്ടെങ്കിൽ ഈ സഫറിങ് എന്നതിന് പകരം വേറെ വല്ല ബ്ലെസ്സിങ് എന്നതിനെ കുറിച്ച്, ജോയ് എന്നുള്ളതിനെ കുറിച്ച് വല്ലതും പ്രസംഗിച്ചാൽ മതി. ഞാൻ ചോദിച്ചു, അതെന്താ? ഐ കനോട്ട് ലിസൺ ടു ദിസ് മെസ്സേജ്. ഞാൻ ചോദിച്ച്, ദൈവവചനത്തിൽ ഇല്ലാത്തതാണോ ഞാൻ പറഞ്ഞേ? And she said, I am a daughter of a millionaire in the States. ഒരു മില്യനെയറിന്റെ മകളാണ് ഞാൻ. ഞങ്ങളുടെ വീട്ടിൽ വേലക്കാർ ഒരുപാടുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ ഇതിനെക്കുറിച്ച് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. ക്രിസ്ത്യാനിക്ക് ഒരിക്കലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വേദനകളോ ഒന്നും ഉണ്ടാകത്തില്ല. നീ ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ, നീ യേശുവിന്റെ മകനായി മകളായി കഴിഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി നീ വളരെ സന്തോഷമുള്ളവനായിരിക്കും, ഉള്ളവളായിരിക്കും.
അതുകൊണ്ട് ഇത് ദൈവമക്കൾക്ക് വെച്ചേക്കുന്നതല്ല എന്ന് എൻ്റെ അടുത്ത് ശടിച്ചു നിന്നവർ, എനിക്കറിയാവുന്ന വാക്കുകളൊക്കെ എടുത്ത് ഞാൻ ഉദ്ധരിച്ച് പറഞ്ഞു, ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ ദൈവമക്കൾക്ക് സങ്കടം ഇല്ല. എന്താ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ നിങ്ങളുടെ വിശ്വാസം? എനിക്ക് നിങ്ങളെ അറിയത്തില്ല, അതുകൊണ്ട് സ്നേഹത്തിൽ ചോദിക്കുക. ഞാൻ പഠിച്ച പുസ്തകം, വേദപുസ്തകത്തിൽ നിങ്ങളും അവന്റെ കാൽപ്പാടുകൾ പിൻപറ്റുവാൻ അവൻ നിങ്ങൾക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു എന്ന വാക്കുകളുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അവരിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം സഹിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ആ പേരെടുത്തത് കൊണ്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അല്ലേ? സഹിക്കുന്നു എങ്കിൽ അവനോടുകൂടെ, പക്ഷെ ആദ്യത്തെ നമുക്ക് വേണ്ട, ഞങ്ങൾ അവനോടുകൂടെ വാഴുവെന്നേ. പക്ഷെ ഇതൊക്കെ കണ്ടീഷനാ. ഇഫ് യു എൻജോയ് യു വിൽ റെയിൻ വിത്ത് ഹിം. അങ്ങനല്ലേ പഠിപ്പീര്? പണ്ട് നല്ല വാഹനത്തിലൊക്കെ പോയ ആള് മിഷണറി ആയതിനു ശേഷം പൗലോസിന്റെ കാര്യം പിന്നെ കൊട്ടയ്ക്കകത്താ യാത്ര. കടലിൽ ചെന്നാൽ അവിടെ കപ്പൽ പൂട്ടുക, സഹോദരൻ എടുത്തു കഴിഞ്ഞാൽ കള്ള സഹോദരന്മാര് ആടി ഇല്ലേ, പലവട്ടം. പട്ടിണി ഉണ്ടോ? ഉണ്ട്. പൈതാഹം ഉണ്ടോ? ഉണ്ട്. കള്ള സഹോദരന്മാരുണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ടെന്നേ. അപ്പൊ അതുകൊണ്ട് ഇത് ഇല്ലെന്നും പറഞ്ഞ് നടക്കരുത്, ഇതെല്ലാം ഉണ്ട്. അതങ്ങനല്ലേ നമ്മൾ വേണ്ടത്. സാത്താനും ഉണ്ട്, കാട്ടുമൃഗവും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതുകൊണ്ട് നാം ദൈവസ്ഥലിൽ വന്നു കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടുമുണ്ട്, ഇൻ ഹിസ് പ്രസൻസ് a problem will disappear എന്ന്. ഇല്ല, ഡിസപ്പിയർ ചെയ്തൊന്നുമില്ല, അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ആ പ്രോബ്ലത്തെ ഓവർകം ചെയ്യുവാനുള്ള ദൈവകൃപ ദൈവാത്മാവ് നമ്മൾ തരും. ഒരാള് പ്രാർത്ഥിച്ചു, ശൂലം മാറ്റണേന്ന്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അല്ലേ? അപ്പോഴേ Jesus chose the long route, the way of the cross. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. And at the end he could say, all authority in heaven and on earth is given unto me, therefore go and make disciples of all nations. അപ്പോഴേ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിച്ചു. 2, ആരാധിക്കാൻ പറഞ്ഞു. 3, ചാടാൻ പറഞ്ഞു. അതാണ് ഒരു സ്പെക്ടക്കിൾ. അത് വർഷിപ്പേഴ്സ് എല്ലാം വരുന്ന സമയത്ത്, തൗസൻഡ്സ് ഓഫ് ആൾക്കാർ കൂടി നിൽക്കുന്ന സമയത്ത് 150 അടി ചാടിയാല് ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് കർത്താവ് ഒരു മാജിക് കാണിച്ച പോലെ ഇറങ്ങി വരുന്ന പോലെ ഒരു ഉണ്ടല്ലോ, പ്രസംഗിച്ചേച്ച് സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോഴേ ആൾക്കാർ പറയല്ലോ ഹോ എന്ന് പറഞ്ഞാൽ അവന്റെ തല അങ്ങ് അപ്പോഴത്തേന് അങ്ങ് വണ്ണം വെക്കും. എന്താ കർത്താവ് പറഞ്ഞേ? പരീക്ഷിക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ച യേശു ഒരു സെൽഫിഷ് പർപ്പസിന് വേണ്ടി പോലും ആത്മാവിനെ ഉപയോഗിച്ചില്ല എന്ന് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സ്റ്റേജിലും അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ കോളത്തിൽ കാണുന്ന പല പരിപാടികളില്ലേ, അങ്ങ് മുകളിൽ ഇരിക്കുന്നവർ മുതൽ താഴെ ഇരിക്കുന്നവരെ കാണിക്കുന്ന പരിപാടികളില്ലേ, ഇതൊന്നും ദൈവഹിതമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിറ്റ് പണം ഉണ്ടാക്കരുത്. ദൈവം തന്ന കൃപാവരങ്ങൾ ദൈവസഭയുടെ നന്മയ്ക്ക് വേണ്ടി അല്ലാതെ പണസമ്പാദ്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത്.
even in temptation, the Spirit of God was in control. ഇത് പറയുമ്പോഴേ പൗലോസിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വരണം. ദയവായി എടുത്താട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 22-ാം വാക്യം. ആക്ട്സ് 20:22. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുസലേമിലേക്ക് പോകുന്നു. അടുത്ത വാക്ക്. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു. നമ്മൾ ഇതുവരെ കണ്ടത് യേശു ക്രിസ്തുവിനെ ആത്മാവ് നിർബന്ധിച്ചു കൊണ്ടുപോകുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോസ്തലനായ പൗലോസിനെയും ഇതുപോലെ ആത്മാവ് നിർബന്ധിച്ച ഒരു കാര്യമാണ്. അത് നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ചിലർ പറയാറുണ്ട് ആ ആത്മാവെന്ന് പറയുന്നത് പൗലോസിന്റെ ആത്മാവായിരുന്നു, പരിശുദ്ധാത്മാവല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അടുത്ത വാക്യം വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വ്യക്തമാണ്. ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് യെരുശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. അല്ലേ? എന്നാൽ പരിശുദ്ധാത്മാവ് പട്ടണം തോറും ഇവിടെ ഇതുണ്ട് എന്ന് എന്നോട് പറയുന്നു. ആ വാക്കിന്റെ അർത്ഥം ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി എന്ന് പറയുമ്പോൾ ഇവിടെ യേശുവിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന വാക്കല്ല അവിടെ കൊടുത്തിട്ടുള്ളത്. യേശുവിന്റെ അടുത്ത് അവിടെ കൊടുത്തിട്ടുള്ള വാക്ക് ലീഡ് ഹിം, അല്ലെ ത്രോ ഹിം, ഡ്രൈവ് ഹിം എന്നുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ചങ്ങലയിട്ട് ബന്ധിക്കുന്നതിന് കൊടുത്ത പദമാണ്. അപ്പൊ നോക്കണേ, ആ ഫോഴ്സ് നോക്കണേ. ആത്മാവിനാൽ ചങ്ങലയിട്ടവനായി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ മനസ്സിലാകേണ്ടതിന് വേണ്ടി നമുക്ക് അങ്ങനെ തർജ്ജമ ചെയ്യാം. റെസ്ട്രെയിൻറ്റ്, ആത്മാവെന്നെ മുറുകെ പിടിച്ച് ചങ്ങലയിട്ട് കൊണ്ടുപോകുന്നത് പോലെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി കമ്പൽഡ് ബൈ ദ സ്പിരിറ്റ് ഐ ആം ഗോയിങ് ടു ജെറൂസലേം. ഇത് പറയുന്നത് ഒരു ഫെയർവെൽ സ്പീച്ചിലാണ്. And he called the Ephesian elders at Miletus in Acts 20, and he is giving a farewell speech because he ministered there for 3 years. 3 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് യാത്രായപ്യോഗമാണ്. അതിനകത്ത് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് വേഴ്സ് 22. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും. ആ കഷ്ടം എന്നുള്ള പദമുണ്ടല്ലോ, അത് വേണേൽ ട്രിബുലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അഫ്ലിക്ഷൻ എന്ന് പറയാം. അതിന്റെ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ മില്ലിനകത്ത്, എനിക്കത് എങ്ങനെ ഇപ്പോഴത്തെ രീതിയിൽ പറയണമെന്ന് അറിയില്ല, പണ്ട് എൻ്റെ ചെറുപ്പ സമയത്തിലൊക്കെ ഈ നെല്ല് കുത്തിക്കാനൊക്കെ നമ്മൾ ഈ മില്ലിൽ പോകുന്ന പരിപാടിയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ? ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരളിനകത്ത് ഈ നെല്ലിട്ടിട്ട് കുത്തുന്ന ഒരു പരിപാടി കൊച്ചുനാൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ അങ്ങനിട്ട് കുത്തുന്ന സമയത്ത് ആ പുറത്തെ ഉമി എന്നല്ല ഞാൻ പറയുന്നേ, ആ ഹസ്ക് ഒരഞ്ഞതങ്ങ് പോകും. അതിന് കൊടുത്തിരിക്കുന്ന പദമാണ് ഇവിടെ കേട്ടോ. എന്ന് പറഞ്ഞാല് ഈ മില്ലിനകത്തേക്ക് ഈ നെല്ലോ എന്തോ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ, ഗോതമ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്ലേറ്റിന്റെ ഇടയ്ക്ക് നാരോയ്ക്കകത്തൂടെ കയറി ഇറങ്ങി അവൻ ഒരഞ്ഞ് അവന്റെ ഷേപ്പ് മാറും കേട്ടോ. ഇതിന് കൊടുത്ത പദമാണ് ഇവിടെ കൊടുത്തേക്കുന്നേ. അങ്ങനെയെങ്കിൽ എന്താ പൗലോസ് പറഞ്ഞത്?
പരിശുദ്ധാത്മാവ് എന്നെ ബന്ധിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എന്തോ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് ഒരു കാര്യം പറയുന്നു, ബന്ധനങ്ങളും പിന്നെ നെല്ല് പൊളിക്കുന്നത് പോലെ നിന്നെ പൊളിച്ച് കൈ തരും. നല്ല ദൂത അല്ലേ? ആണോ? ആണോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇതാ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പൂമാലയല്ല, ബന്ധനങ്ങൾ. ഇത് പറയുമ്പോഴ് ഒരു കാര്യം ഓർക്കണം കേട്ടോ. എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? യെരുശലേമിലേക്ക്. ഈ പുള്ളി ഇതുപോലെ ചില നാളുകൾക്ക് മുൻപ് ആൾക്കാരെ ചങ്ങലയിട്ട് വലിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ദമസ്കോസിലേക്ക് പോയ ഒരു പോക്കുണ്ട്. എന്തിനാ പോയെന്ന് അപ്പോസ്തല പ്രവൃത്തി 9:2 എഴുതിയിട്ടുണ്ട്. എന്തിനാ പോയത്? കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ ചങ്ങലയിട്ട് ബന്ധിച്ച് നിർബന്ധിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് അവരെ പൊളിക്കാൻ വേണ്ടി കൊണ്ടുപോയ പരിപാടി ഇപ്പൊ പുള്ളി പരിശുദ്ധാത്മാവ് പുള്ളിയെ ചെയ്യുക. പക്ഷെ അത് നന്മയ്ക്ക് വേണ്ടിയ. പുള്ളി അത് കൊല്ലാൻ കൊണ്ടുപോയതാ. പരിശുദ്ധാത്മാവ് തന്നെ അടുത്ത ഒരു പടിയിലേക്ക് കയറ്റുകയാണ്. മരണമുണ്ട്. പക്ഷെ ഞാൻ നമ്മുടെ ചിന്ത ആത്മാവിന്റെ ബന്ധനം. അപ്പൊ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ വരുമ്പോ പിശാച എന്ന് പറയരുത്. ഇത് പിശാചല്ല ബന്ധിച്ചത്, ആത്മാവാ ബന്ധിച്ചതെന്നൂടെ പറയേണ്ടിയിരിക്കുന്നു. ആവശ്യമില്ലാതെ പരിശുദ്ധാത്മാവിനെ പിശാച എന്നൊന്നും വിളിക്കരുത്. ഈ ബന്ധനം ആത്മാവിനാലുള്ള ബന്ധനം. ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയതുപോലുള്ള ഒരു സ്പിരിറ്റ് എംപവേർഡ് ലൈഫാണ്, ജേണിയാണ്, മിനിസ്ട്രിയാണ് പൗലോസിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്കിലും ആക്സ് 20:22 മുതലാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ബന്ധനങ്ങളും കഷ്ടങ്ങളും. പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ട്, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. ഐ ഡോണ്ട് കൗണ്ട് മൈ ലൈഫ് വർത്ത് നത്തിങ് ടു മീ. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്, ദൈവം തന്ന ഓട്ടവും ശുശ്രൂഷയും തികയ്ക്കാൻ ഇതിനെ ആത്മാവ് ബന്ധിച്ച്. There is a purpose behind every incident. When the Spirit of God takes control, He will be glorified. Christ will be glorified. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ആഗ്രഹം, ഓട്ടവും ദൈവം തന്ന ശുശ്രൂഷയും, സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് ദൈവം തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഒരാഗ്രഹം ഇത് തന്നെ ആയിരിക്കണം. ആത്മാവ് എന്നെ ഏത് രീതിയിൽ കൊണ്ടുപോയാലും, അതായത് വേദനയുടെ പ്രയാസം ആയിരുന്നാലും ഞാൻ അനുസരിക്കും. നാം ഒരു സെഷനിൽ പരിശുദ്ധാത്മാവിനോട് ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളത് പഠിക്കും. ആത്മാവിനെ നമ്മൾ തടയരുത്. ഒരു പാട്ടുണ്ടല്ലോ, ഞാൻ പാട്ടിനെ കുറ്റം പറയല്ല കേട്ടോ, പാട്ടുണ്ട്. ഇത് എന്റെ കയ്യിലോട്ട് തന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാതെ ഞാൻ അത് മേടിച്ചെന്ത് ചെയ്യും? കർത്താവിന്റെ കയ്യിലോട്ട് ഇത് തന്നു കഴിഞ്ഞാൽ ഞാൻ ചോദ്യം പോലും ചോദിക്കത്തില്ല. എന്തിനാ കർത്താവെ തന്നത് പോലും ചോദിക്കത്തില്ല. അത് മേടിച്ച് കുടിച്ചേച്ച് ചോദിക്കും, ഇത്രേ ഉള്ളെന്നൂടെ ചോദിക്കും. അങ്ങനല്ലേ? ചോദിക്കൂ, കർത്താവ് ഇത്രേ ഉള്ളോ? എന്തിനെന്ന് ഞാൻ ചോദിക്കത്തൊന്നുമില്ല.
ഇത്ര ഉള്ളോന്ന് ചോദിക്കും നമ്മള് ചോദിക്കും. ഇതൊക്കെ നമ്മൾ പാടുന്നല്ലാതെ നമ്മുടെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുകൊണ്ട് കഷ്ടത വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ചിന്ത. ഇതൊക്കെ വന്നാലും ദൈവമാണ് ഇതിന്റെ എല്ലാം കൺട്രോൾ. അൾട്ടിമേറ്റ് ദൈവമാണ്. ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കില്ല. പരിശുദ്ധാത്മ പൂർണ്ണരായ നമ്മുടെ ജീവിതം, ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട നമ്മുടെ ജീവിതം. യോ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അവൻ എന്നെ കൊന്നാലും ഉണ്ടല്ലോ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും, ഇല്ലേ? ഈവൻ ദോ ഹി സ്ലേ മീ ഐ വിൽ സ്റ്റിൽ വെയിറ്റ് ഫോർ ഹിം എന്നാണ്. വീട്ടിൽ നിന്ന് ഒരു അല്പം പോലും സപ്പോർട്ടില്ലാതെ, വീട്ടിൽ നിന്ന് പോലും അദ്ദേഹം പറയുന്ന കാര്യമാണ്, ഈവൻ ദോ ഹി സ്ലേ മീ ഐ വിൽ സ്റ്റിൽ വെയിറ്റ് ഫോർ ഹിം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനുമായി കാത്തിരിക്കും. നമ്മളിരിക്കുക. ഞാൻ സാധാരണ ഇത് പറയാറുണ്ട്, അവൻ എന്നെ ഒന്ന് ചൊറിഞ്ഞാൽ മതി, ഞാൻ എൻ്റെ പാട്ട് പോകും. എന്തിനാ കൊല്ലുന്നേ? അതുകൊണ്ട് ഉറച്ച വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം, എന്തു വന്നാലും കർത്താവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കണം. എന്തുകൊണ്ട്? ഒരു സത്യം, ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ കൺട്രോൾ. ഇനിയും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ അവൻ ആത്മാവിനാൽ നിറഞ്ഞു, അവൻ പരീക്ഷിതനായി. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ പൗലോസിന്റെ യാത്ര, ആത്മാവിനാൽ നിർബന്ധമായ യാത്രയും നമ്മൾ അതോടൊപ്പം ശ്രദ്ധിക്കുവാൻ ഇടയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ മുഴുവൻ ആത്മാവിലുള്ള ശുശ്രൂഷയായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇഫ് ഐ കാസ്റ്റ് ഔട്ട് ഡീമൺ ബൈ ദ ഫിംഗർ ഓഫ് ഗോഡ്, ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ യുവർ മിഡ്സ്റ്റ്. നമ്മൾ കാണുന്നത് മാത്യു ചാപ്റ്റർ 12:28, മത്തായി സുവിശേഷം 12-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിലാണ്. വായിച്ചാട്ടെ. മാത്യു ചാപ്റ്റർ 12:28. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ കവർന്നു കളവാൻ എങ്ങനെ കഴിയും? ഇവിടെ നാം കാണുന്നത് ദി എക്സോസിസം, മീനിങ് ദ മിനിസ്ട്രി ഓഫ് കാസ്റ്റിംഗ് ഔട്ട് ഡീമൺസ്. ആൻഡ് ജീസസ് ഈസ് സേയിങ് that I am doing this ministry by the Spirit of God. ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ശിഷ്യന്മാരെ മിനിസ്ട്രിക്ക് വേണ്ടി വിടുന്ന സമയത്ത് അവർക്ക് ശക്തിയും അധികാരവും കർത്താവ് കൊടുത്താ വിടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 9:1 ഒക്കെ നമ്മൾക്കത് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ നമ്മുടെ ചിന്ത ഇനിയും ലൂക്കോസ് 24-ലേക്കാണ്. ഞാൻ പറഞ്ഞിരുന്നു പിന്നീട് നമ്മൾ അതിലേക്ക് വരും എന്ന് പറഞ്ഞു. ലൂക്കോസ് 24:49. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. ഇത് തന്റെ ശിഷ്യന്മാർക്ക് യേശു കൊടുത്ത ഒരു അനുഭവമാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ കാത്തിരിക്കണം, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളൂ. അപ്പോൾ കർത്താവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാൽ, സ്നാനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി, അവന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിനാൽ ആയിരുന്നു. അവൻ ആത്മനിറവുള്ളവനായി മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയി.
അല്ലേ? തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് അത്യാവശ്യമായുള്ളത് നിങ്ങൾ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കണം, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുമ്പോഴും നിങ്ങൾ പട്ടണത്തിൽ പാർക്കണം. അപ്പോഴ് ശിഷ്യന്മാരുടെ ശുശ്രൂഷ യേശുവിന്റെ ശുശ്രൂഷയുടെ മോഡലായിരിക്കണം എന്നാണ് താൻ പഠിപ്പിച്ചത്. The ministry of the disciples must be modeled after the ministry of Jesus. ഇതാണ് നമുക്ക് അത്യാവശ്യം. സ്വന്തം മിടുക്കുകൊണ്ടോ അധ്വാനം കൊണ്ടോ ഒന്നും സാധ്യമല്ല. യേശു 3 വർഷം ചുരുങ്ങിയത് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിന് നമുക്ക് വേണേൽ ഒരു ബാച്ചലർ ഡിഗ്രി എന്ന് പറയാം കേട്ടോ. 3 years ബൈബിൾ കോളേജ്. അവർ വിചാരിച്ച് എല്ലാം പഠിച്ചു, 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പഠിച്ചു എന്നുള്ള ചിന്തയാണ്. ഒരിക്കൽ ഒരാള് ഇപ്പൊ ഒരുപാട് ബൈബിൾ കോളേജ് അവിടെ ഇവിടെയൊക്കെ ഇപ്പൊ ഈ പ്രത്യേകിച്ച് ഈ സൂം വന്നുകൊണ്ടൊക്കെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ തുടങ്ങി. ഒരാള് ഒരിക്കൽ ഒരു സാറ്റർഡേ ക്ലാസ്സിന് ആദ്യമായിട്ട് പോവാണ്. എങ്ങാണ്ട് പോയി ഒരു ബൈബിൾ ക്ലാസ്സിന് പോയി ചേർന്നു. കോവിഡിനൊക്കെ മുമ്പാണ്. ആ ക്ലാസ്സിനൊക്കെ പോയിച്ച് തിരിച്ചു വന്ന് വെച്ച് ഞായറാഴ്ച രാവിലെ ചർച്ച് വന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇനി ഞാൻ എവിടെ ഇരിക്കേണ്ടത്? എന്താ മനസ്സിലായില്ലല്ലേ? ചിലർക്ക് മനസ്സിലായി. അപ്പൊ പുള്ളി പഠിക്കാൻ പോയത് എന്തിനാ പഠിക്കാൻ പോയേ? പുള്ളിയുടെ ആഗ്രഹമുണ്ട് ഞായറാഴ്ച രാവിലെ പാസ്റ്റർ ഇപ്പുറത്ത് കസേര ഇട്ടിരിക്കുക. ഇതിനാ പോയെ. എന്താ? ഇങ്ങനെയുള്ള ഒരുപാട് എണ്ണം ഉണ്ട്. കർത്താവ് പിന്നെ വിളിച്ചോളൂ. ഇപ്പൊ നമുക്കങ്ങ് തന്നെ നമ്മളങ്ങ് വിളിക്കാം. കർത്താവ് 3 വർഷം പഠിപ്പിച്ചിട്ട് ആ ഗ്രാജുവേഷൻ സർവീസിലെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കാണുന്നത് യോഹന്നാൻ 15-ലാണ്. യോഹന്നാൻ 15 ആ ഭാഗം എന്നൊക്കെ പറയുന്നത് ഫെയർവെൽ ഡിസ്കോഴ്സ് ആണ്. യേശു മരിക്കുന്നതിന് മുൻപ് ആഴ്ചയിൽ പറഞ്ഞ വാക്കുകളാണ്. യോഹന്നാൻ 15-ൽ എഴുതിയിട്ടുണ്ട്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. യു കനോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് മീ. കേട്ടോ, 3 വർഷത്തെ യേശുക്രിസ്തുവിന്റെ പഠിപ്പീര് കേട്ടേച്ച് പഠിപ്പിച്ചതിന് ശേഷം യേശു പറയുകയാണ്, യു കനോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് മീ. എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. കറക്റ്റ് ആണോ? അതുകൊണ്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നു, പട്ടണത്തിൽ ഇരുന്നോണം. പഠിച്ചത് മാത്രം പോരാ, പട്ടണത്തിൽ ഇരിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ശക്തി ലഭിക്കണം, എന്നിട്ട് പോയിക്കോണം. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ യേശു ഇത് പറയുന്നത് 15-ലാണ്, യോഹന്നാൻ 15-ലാണ്. എന്നാൽ 21-ലേക്ക് വരുമ്പോൾ അവിടെ 7 പേര് ഇറങ്ങിപ്പോയതായി കാണാം. 7 പേര്. യോഹന്നാൻ 21-ലെ. അപ്പൊ ആ കാരണം പത്രോസാണ്. പത്രോസ് പറഞ്ഞു, ഞാൻ പോകുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ, അച്ഛാ നിക്ക്, ഞാനിവിടെ വരുന്നത്. ആര് പോയി? 6 പേര് കൂടെ പോയി. ആ പോയ കൂട്ടത്തിൽ നഥനയേലും ഉണ്ട്, പിന്നെ തോമസ് ഉണ്ട്. ഇവർക്കാർക്ക് മീൻ പിടിക്കാൻ അറിയാവോന്ന് നമുക്ക് അറിയത്തില്ല. ഇവര് മീൻപിടുത്തക്കാരാണെന്നൊന്നും രേഖയില്ല കേട്ടോ. 7 എന്നുള്ളത് യഹൂദ പ്രമാണം അനുസരിച്ച് പെർഫെക്ഷനാണ്, പെർഫെക്റ്റ്. കർത്താവ് നേരത്തെ ഗ്രാജുവേഷന് പറഞ്ഞായിരുന്നു, കുഞ്ഞുങ്ങളെ എന്നെ കൂടാതെ ഒന്നും ചെയ്യാനും പറ്റത്തില്ലേ. ഇവര് പറഞ്ഞു ഞാൻ പോവുക. അപ്പം ബാക്കി പറഞ്ഞു ഞാനിവിടെ വരുന്ന. എന്നാ പോയി കളയാം. ഓവർനൈറ്റ് ചെയ്തു, ഓവർ ടൈം ചെയ്തു. കിട്ടിയോ? പക്ഷെ കർത്താവ് രാവിലെ വന്ന് ഒരു ഷെഫായിട്ട് മാറി. കർത്താവെ കുക്ക് ചെയ്തു, ബാർബക്യൂ ഉണ്ടാക്കി. അല്ലേ? എന്തുവാ? ബ്രേക്ക്ഫാസ്റ്റ് ഓൺ ദ ബീച്ച്. വാ കഴിച്ചു. അവർ പിടിച്ചായിരുന്നോ കൊടുത്തേ? എന്താ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? എന്തുണ്ടായാലും യേശു പറഞ്ഞ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മശക്തിയും ഇല്ല എങ്കിൽ
വട്ടപൂജ്യം എന്ന് പറഞ്ഞാൽ കുറെയൊക്കെ സാധിച്ചെന്ന് വന്നേക്കാം. But for the ministry, God's ministry must be done in God's way. അതാണ് ലൂക്കോസ് 24:49 വായിച്ചത്. നിങ്ങൾ പട്ടണത്തിൽ പാർക്കണം. ഇത് തന്നെയാണ് ആക്സ് 1:8 കർത്താവ് പറയുന്നത്. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ശക്തി ലഭിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ എന്റെ സാക്ഷികളാകും. സാക്ഷികൾ. ഞാനൊരു സെഷനിൽ മിഷനെ കുറിച്ച്, നമ്മൾ പരിശുദ്ധാത്മാവ് മിഷൻ എന്നുള്ള ചിന്ത നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അന്ന് അതിലേക്ക് പിന്നീട് വരാം. യേശുവിന്റെ ജനനം പറഞ്ഞു, ഇനിയും യേശു ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും പറയണം. അതോടാകുമ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തേത് തീരും. യേശു ക്രിസ്തുവിന്റെ ജനനം ശുശ്രൂഷ, ബാപ്റ്റിസം ശുശ്രൂഷ മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും പരിശുദ്ധാത്മാവുണ്ട്. ദയവായി എടുക്കാം. 1 Peter chapter 3 verses 18 through 20. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ജീവിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ അവൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. അപ്പോൾ യേശുവിന്റെ ജനനം, യേശുവിന്റെ സ്നാനം, യേശുവിന്റെ മരുഭൂമിയിലേക്കുള്ള യാത്ര, യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം, യേശുവിന്റെ ശുശ്രൂഷകൾ, അതായത് രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, ശിഷ്യന്മാർക്കും ഇത് വേണമെന്ന് പറഞ്ഞു. നാം ഇപ്പോൾ കണ്ടത് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും ആത്മാവിൽ എന്ന് പത്രോസ് എഴുതി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല പൗലോസ് ഇത് പറഞ്ഞു റോമാലേഖനം 8:11, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യു ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇത് ഒരു കമ്പാരിസൺ ആണ്. കർത്താവിന്റെ ജീവിതവും നമ്മളോടുള്ള ബന്ധത്തിലും പൗലോസ് പറഞ്ഞിരിക്കുന്ന മഹത്വമേറിയ ഒരു വചനമാണ്. If the spirit of him who raised Jesus from the dead is living in you, he who raised Christ from the dead will also give life to your mortal bodies because of his spirit who lives in you. ദൈവമാണ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് പരിശുദ്ധാത്മാവിനാൽ. അതുപോലെ നമ്മുടെ മർത്യ ശരീരങ്ങളെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അവസാനമായി ഒരു വാക്യം വായിച്ച് നാം നിർത്തുകയാണ്. നമുക്കെല്ലാം പരിചയമുള്ള ഒരു വാക്യമാണ് എഫേസ്യ ലേഖനം 1:17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 17 through 20. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ മല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. That power, ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയണം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ശക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: That power is the same as the mighty strength he exerted when he raised Christ from the dead. പിതാവായ ദൈവം പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അവന്റെ കല്ലറയിലേക്ക്
അയച്ച ദൈവശക്തി. അപ്പോൾ ജനനം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ യേശുവിന്റെ ജീവിതം ആത്മാവിനാൽ നടത്തപ്പെട്ട, നിയന്ത്രിക്കപ്പെട്ട ജീവിതമായി. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പോയതും ഇതാണ്: നിങ്ങൾ വാങ്ങിപ്പോകാതെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ ശക്തി ലഭിച്ച് നിങ്ങൾ എന്റെ സാക്ഷികൾ ആകണം. ദൈവമക്കളെ, ഈ ഒരു ഭാഗ്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ വിളിച്ചു. ഈ ആത്മാവിനെ പകരുവാൻ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി. And God was pleased to pour out his spirit upon us. And if anyone is hearing me who do not have the spirit or that baptism experience, the fullness of the spirit, please you pray. നാളെ ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതം കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമായി. അത് ഈവൻ ഇൻ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസ്, റിമെമ്പർ ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ കൺട്രോൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ